ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ചീരത്തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചീര കാണിച്ചു തരാം. എല്ലാവർക്കും പരിചയമുള്ള ചീരയാണിത്. അതുകൊണ്ട് അതിന് ഭയങ്കര ഹൈറ്റൊക്കെ ആയിട്ട് വളരുന്ന സംഭവമാണ്. പിന്നെ ഞങ്ങളിവിടെ വിളിക്കുക ജപ്പാൻ ചീര എന്നാണ്. പിന്നെ ഓരോ സ്ഥലത്തിന് ഇത് ഓരോരോ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഞങ്ങളിവിടെ ജപ്പാൻ ചീര എന്ന് കാസർഗോഡ് പറയും. പിന്നെ വേലിച്ചീര എന്നും പറയാറുണ്ട്. പണ്ടൊക്കെ വേലി കെട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. വേലിയുടെ അടുത്തൂടെ ഇത് കൊണ്ട് നടും, അങ്ങനെ കിളിപ്പിക്കാറുണ്ട്. അങ്ങനെ വേലിച്ചീര എന്ന് പറയാറുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ഇതിനെ മൈസൂർ ചീര, മധുരച്ചീര, ഇങ്ങനെയൊക്കെ പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ പേരുകളുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയുന്നത് ഇത്രയും പേരുകളാണ്. അപ്പോൾ കൂടുതൽ പേരുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല അടിപൊളി, ഇത് ചെറിയൊരു മധുരവും ഒരു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് മുട്ടയൊക്കെ ചേർത്ത് നമ്മൾ തോരൻ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇതിന് നല്ല വിത്തൊക്കെ ഉണ്ടാവാറുണ്ട്, പൂവൊക്കെ പിടിക്കുക. അതിനുള്ള സമയമായില്ല ഇപ്പോൾ. ഇത് ഒക്ടോബർ ആ മാസത്തിൽ അങ്ങനെയാണ് ഇതിന് പൂ പിടിക്കുക. ഇത് കുറച്ച് തണലുള്ള സ്ഥലത്താണ് ഇത് കൂടുതലായിട്ടും വളർന്നു വരിക. ഇത് നമ്മൾ യാതൊരു വളവോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തനിയെ വളർന്നു വരും. പിന്നെ ഇതിനകത്ത് ധാരാളം ജീവകം എ, ജീവകം ബി, സി ഒക്കെ നിറയുകയുണ്ട്. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന്, വയറിൻ്റെ ആരോഗ്യത്തിന്, ദഹനത്തിനൊക്കെ വളരെ നല്ല സാധനമാണ് ഈ ചീര. പണ്ടൊക്കെ ഇതെല്ലാവരും ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഒരു കാലഘട്ടത്തിലാകുമ്പോഴേക്കും എല്ലാവരും ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നതിന് കാരണമാകും എന്നൊക്കെ പറയുന്നത് കേട്ട്. അതിന് ശാസ്ത്രീയമായിട്ട് തെളിവുകളൊന്നുമില്ല, പക്ഷെ എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇതാരും ഇപ്പോൾ അങ്ങനെ കഴിക്കുന്നില്ല. പക്ഷെ ഞങ്ങളൊക്കെ വെച്ച് കഴിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഇത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതിൻ്റെ ഇളയ ഇലയാണ് പറിക്കുക, അധികം മൂക്കാത്തത്. മൂത്തത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിതാ ഇതേപോലെയുള്ള ഇളന്ന ഇളയ ഇലയാണ് നമുക്ക് എടുക്കുക. ഇതിങ്ങനെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ അധികം മൂക്കാത്ത തണ്ടാണെങ്കിൽ ആ തണ്ടിട്ട് നമുക്ക് തോരൻ വെക്കാം. ഇല്ലെങ്കിൽ ഇല മാത്രം ഈർന്നെടുത്തിട്ട് അത് ചെറിയ ചെറിയ പൊടിയായി അരിഞ്ഞെടുക്കുക. എന്നിട്ട് തോരൻ വെക്കാം. അതിനകത്തോട്ട് നമുക്കൊരു മുട്ടയും കൂടി ഒടിച്ച് വെച്ചാൽ അടിപൊളി ടേസ്റ്റിലുള്ള തോരനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. ഇതെങ്ങനെയാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് ഇതിൻ്റെ പേരെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കുറേ ഇത് പറിച്ചെടുക്കാം. ഞാൻ കുറച്ച് പറിച്ചെടുത്തു. അപ്പോഴാണ് വീഡിയോ എടുക്കുന്ന ഓർമ്മ വന്നത്. നമുക്ക് ഇതെങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, വരൂ, എന്നാൽ എല്ലാവരും വരൂ. അങ്ങനെ ഞാൻ ചീരത എല്ലാം കഴുകി വൃത്തിയാക്കി. ഇത് കഴുകേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്കെന്തോ ഒരു ഇതൊക്കെ ഇടാം. അപ്പോൾ ഞാനിത് കഴുകിയെടുത്തു. കഴുകിയാൽ അങ്ങനെ വെള്ളമൊന്നും അങ്ങനെ വീഴില്ല, പക്ഷേ ഒരു ഇത് അങ്ങനെ എടുത്ത് ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്ര കിട്ടിയിട്ടുണ്ടേ. എന്നിട്ട് ഞാൻ ഈ അരിപ്പയ്ക്കകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഇളക്കിയെടുത്ത് കുറച്ച് ഞാനിത് ചെറുതായിട്ട് മുറിക്കാൻ പോവാണ്. ഞാനിത് ആദ്യമായിട്ടാണ് വെക്കുന്നത്, എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തത്. ഇതിനെ ഇവിടെ ജപ്പാൻ ചീര എന്ന് പറയും കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ജപ്പാൻ ചീര എന്നാണ് പറയുക. ചിലവർ വേലിച്ചീര എന്നൊക്കെ പറയുന്നേക്കാം. വേലിച്ചീര എന്ന് ചിലവർ വേറെന്തോ ഒരു പേര് പറഞ്ഞത് നമുക്ക് മറന്നുപോയിട്ട്. ഇവിടെ ആരും വേറൊരു പേര് പറഞ്ഞ ചീരയ്ക്ക് എനിക്കറിയില്ല. ഇതിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. അറിയുന്നത് പേര് കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. വളരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തത്. ഇതുപോലെ നമുക്ക് മൊത്തം അങ്ങനെ അരിഞ്ഞെടുക്കാം. Hello, hi, how are you? Fine. Hello. Hi.
ഹലോ ഹായ് 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 ഹലോ ഹായ് 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 ഹലോ ഹായ്. അങ്ങനെ നമ്മൾ ചീര മൊത്തം എന്താ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. എന്താ അരിഞ്ഞപ്പോൾ നല്ലോണം ഉണ്ട്. നമ്മൾ വറുത്ത് വരുമ്പോൾ ഇതിൻ്റെ അവസ്ഥ, തോരൻ വെച്ച് വരുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ചെറുങ്ങനെയാണ് കട്ട് ചെയ്തത് കേട്ടോ, വലുതായിട്ട് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ നല്ലോണം നല്ല ചെറുതായിട്ട് കുനുകുനാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് ഇത് 5 കാന്താരി മുളക് 6 ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല എരിയുണ്ട്, കുറച്ച് എരിയിലിരിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള വേണമെങ്കിൽ ചേർക്കാം, ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയും കാന്താരിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പാത്രത്തിലെടുത്ത് വെക്കുകയാണ്. അല്ല, ഞാൻ ചതച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മുറിച്ചിടാം, പക്ഷെ ഞാൻ ചതച്ചിട്ടാണ് എടുത്തത്. വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തൊലിയോടെയാണ് ചതച്ചെടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ സവാളയല്ല ചെറിയുള്ളി, സോറി, ഞാൻ എല്ലാത്തിനും സവാളയാണ് ചേർക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം ചതച്ചെടുത്തു. നമ്മൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചു. തീ കത്തിച്ച് ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഞാൻ സന്ധ്യയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടൊരു ക്ലാരിറ്റി കുറവുള്ള പോലെ തോന്നുന്നു. എന്താണ് എന്തോ. നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ട് വരുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിതാ കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതിന് ഭയങ്കര തീയാണ്. ഇത്ര 4 അടുപ്പുള്ള ഗ്യാസാണ്, അതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര തീ. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അടുപ്പേ വെച്ചിട്ട് തിരിയാൻ പറ്റില്ല, അപ്പോഴേക്കും അതിൻ്റെ കടുക് പൊട്ടി. ഇനി നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളിയില്ലേ, അത് ചതച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ചെറിയ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ലോണം നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിടുന്നത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. ഉപ്പിട്ടു. ഇനി നമുക്ക് അടച്ച് മൂടി വേവിക്കാം. അത് ഏകദേശം ഒരു വേവായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ചീരത്തോരൻ, ജപ്പാനീസ് ചീരത്തോരൻ നമ്മൾ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിത് ചീരക്കകത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ആക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം മൂത്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഈ ചീരക്ക്
ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്, പക്ഷേ വെച്ച് നോക്കിയപ്പം കുറച്ച് വേവ് കൂടുതലുണ്ടെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പം തേങ്ങ ആദ്യം ഇടുന്നത് ബുദ്ധിയല്ലാന്ന് എനിക്ക് തോന്നി. നമ്മൾ തേങ്ങ ഞാൻ പിന്നെയാണ് ഇട്ട് കൊടുത്തത്, ലാസ്റ്റാണ് ഇടുന്നത്. നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ വേറെ മഞ്ഞപ്പൊടി ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ, ഒന്നും ഇട്ടിട്ടില്ല, പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് മാത്രമേ ചേർത്തോളൂ ഇങ്ങോട്ട്. വേറെ മഞ്ഞപ്പൊടിയോ കുരുമുളക് പൊടി അങ്ങനത്തെ ഒരു സാധനം ചേർക്കുന്നില്ല. ഇത് ഗൈസ് ലൈറ്റിന് വേണ്ടത്ര വെട്ടമില്ല, അതാണൊരു പ്രശ്നം. നമുക്കൊന്നും കൂടി അടച്ച് മൂടി വെച്ച് വേവിച്ചിട്ട് ഇറക്കി വെക്കാം. ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. ഈ അടുപ്പിന് ഭയങ്കര തീയാണ്, അതൊരു വലിയ പ്രശ്നമാണ്. ഇതുണ്ടോ, ഈ സൈസ് അടുപ്പാണിത്. എന്തോ വെച്ചിട്ടും നമുക്ക് കുറച്ച് തീയിടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചൂട് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരാവി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി തോരനായിട്ടുണ്ട്, നല്ല അടിപൊളി തോരനായിട്ടുണ്ട് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ ഇതാക്കണ്ട, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ജപ്പനീസ് ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. ഒരു വേലിച്ചീര എന്ന് പറയും. പിന്നെ ഇത് കാണുന്നവർ നിങ്ങളുടെ നാടുകളിൽ ഇതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരും ഒന്ന് കമൻറ്റ് ചെയ്യാറുള്ളത്, അതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കറിയാമല്ലോ ഇതിൻ്റെ പേരെന്താണെന്ന്, എവിടെ എല്ലാ സ്ഥലത്തും എന്താ ഏതൊക്കെ പേരറിയപ്പെടുന്നു നമുക്കറിയാം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.